നിലവിളിയുമായി പ്രകാശ് രാജ് എത്തിയിരിക്കുകയാണ്. അതെ, നമ്മുടെ ധർമ്മസ്ഥലയിൽ ചിന്നയ്യയെ കൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ സാക്ഷി പറയിപ്പിച്ച അതേ പ്രകാശ് രാജ് തന്നെയാണ്. ധർമ്മസ്ഥല ആ പ്ലോട്ട് പിന്നെ പ്രകാശ് രാജ്, പിന്നെ വാഗമണ്ണിൽ ഭൂമി കയ്യേറിയ പ്രകാശ് രാജ്. ഈ പ്രകാശ് രാജ് എന്ന് പറയുന്ന വ്യക്തിക്ക് 4 വോട്ടർ ഐ.ഡികളാണ് ഉള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും ഒരു പ്രതികരണവുമില്ല. ഇപ്പോൾ പ്രകാശ് രാജ് ഒരു നിലവിളിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എൻ്റെ വോട്ടർ ഐ.ഡിയിൽ നിന്ന് എൻ്റെ പേര് വെട്ടി, ഈ രാജ്യത്തെ പൗരനല്ലാതായി ഞാൻ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രകാശ് രാജ് വന്നിരിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ട്രോളോട് ട്രോളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വോട്ടർ ഐ.ഡിയിൽ നിന്ന് എൻ്റെ പേര് വെട്ടി എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരിലെ വോട്ടർ ഐ.ഡിയിൽ നിന്നാണ് പേര് വെട്ടി എന്ന് പറയുന്നത്. ഇയാൾക്ക് 4 വോട്ടർ ഐ.ഡികളുണ്ട് എന്നുള്ളതാണ് ഇയാളുടെ പേരിൽ നിലവിൽ ഉള്ള ഒരു കേസ് എന്ന് പറയുന്നത്. ഈ 4 വോട്ടർ ഐ.ഡിയിൽ നിന്ന് ഒരു വോട്ടർ ഐ.ഡിയുടെ പേരല്ലേ വെട്ടിയുള്ളൂ, 3 അല്ലെങ്കിൽ താങ്കൾക്ക് വോട്ട് ചെയ്യാമല്ലോ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഇയാൾക്ക് നേരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും അതിൻ്റെ താഴെ ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളെ താങ്കൾ കണ്ടില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് CJPയുടെ പ്രൊട്ടസ്റ്റിന് ആ പ്രൊട്ടസ്റ്റിന് നേരെ വന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ പ്രൊട്ടസ്റ്റിൽ ഇയാൾ എടുത്ത ആ ഒരു ഇനീഷ്യേറ്റീവ് ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾക്ക് നേരെ കണ്ടില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇയാൾക്ക് നേരെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.